ഹലോ, എക്സ്ക്യൂസ് മീ. എടീ, സോറി സോറി. ഇവൾക്ക് ശരിക്കും ബുദ്ധിയില്ലേ? സൈക്കോ വുമൺ, ഇവളെങ്ങോട്ടേ ഓടുന്നേ? അയ്യോ, ആരാ പെണ്ണേ നീ? മുത്തശ്ശി, ഞാനെങ്ങനെ ഇവിടെ വന്നേ? മോളെ അമൂല്യ, ഇതെന്താ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്? അല്ല, എന്റെ കൊച്ചുമോൻ ആദ്യമായിട്ടാണല്ലോ സ്വർണ്ണക്കടയിൽ വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ഇതിനൊക്കെ കാരണം നീയാണ് അമൂല്യ. വാടാ വേദാന്തേ, വാ മോളെ. സൈക്കോ വുമൺ, നിന്നോടാരാ ജ്വല്ലറിയിലേക്ക് വരാൻ പറഞ്ഞേ? അകത്തേക്ക് വന്നതിന് ശേഷം ഇത് സ്വർണ്ണക്കടയാണെന്ന് എനിക്ക് മനസ്സിലായി. സീരിയസ്ലി? വാ. ഞാൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അമ്മോ, വാടി. ഉഫ്. വെറുമേ ഞാൻ അവിടെ ഉള്ള നീ ആരാ? ആരതിയാണ്. എന്താ എനിക്ക് ബ്ലറായിട്ട് കാണുന്നേ? നമ്മളെ ആകാശത്ത് കൂടി ഇങ്ങനെ പറക്കുന്ന പോലെ തോന്നുന്നുണ്ട്. നോക്കണ്ട വിക്കി, ഞാൻ ആരതിയാ, നിന്റെ ആരതി. നിനക്ക് ഇച്ചിരി ഒക്കം കുറഞ്ഞല്ലോ, അതെന്താ? അത് പോട്ടെ, നമ്മളിവിടെ എന്താ ചെയ്യുന്നേ? ഒരു ഇമ്പോർട്ടന്റ് കാര്യത്തിന് വേണ്ടിയാ വന്നിരിക്കുന്ന വിക്കി. ആണോ? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തോ സംഭവിക്കാന്നൊരു പിടിയും കിട്ടുന്നില്ല. ഐ എം സോ സോറി. കുഴപ്പമില്ല, നിങ്ങൾ കാണാൻ വളരെ നന്നായിട്ടുണ്ട്. നീ എന്നെ ഒരുപാട് ലവ് ചെയ്യുന്നുണ്ടെന്ന് ചുമ്മാ പറഞ്ഞല്ലേ? എനിക്കത് അറിയാം. ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് വിക്കി. ഇത് കൊച്ചേ, എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോ വന്നേ? കല്യാണത്തിന്. കല്യാണത്തിന്? ആരുടെ? വേറെ ആരുടെയാ? നമ്മളുടെ രണ്ടുപേരുടെ. ഇവൾക്കിവിടെ എന്താ കാര്യം? വേദാന്ത്, നീ എപ്പോഴാ വന്നത്? അമ്മേ, അത് അമ്മേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വരും. എന്താടി? അവൾ എന്തിനാ അവിടെ വന്നിരിക്കുന്നത്? ഇവരുടെ രണ്ടുപേരുടെയും പ്രേമത്തിന്റെ കാര്യം സുഹാസിനിക്ക് അറിയില്ലല്ലോ. അമ്മേ, അമ്മയോട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അയ്യോ, അവര് രണ്ടുപേരും വേറെ എന്തോ ജോലിക്ക് ഒരുമിച്ച് വന്നതാണ്. എങ്ങനെയായിരുന്നാലും നമ്മൾ അവളുടെ ചേച്ചിക്കല്ലേ സ്വർണ്ണം എടുക്കുന്നത്.
ഇങ്ങനത്തെ ടൈമിൽ അനിയത്തിയായവള് കൂടെയുണ്ടെങ്കിൽ ചേച്ചിക്ക് ഇഷ്ടമുള്ള സ്വർണം നോക്കി അനിയത്തിക്ക് സെലക്ട് ചെയ്യാവല്ലോ. എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. എന്തിന്? എന്താ സെലക്ട് ചെയ്യേണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയില്ലേ. അവള് പറയണോ? മഞ്ഞപ്പിത്തം പിടിച്ചവന് കാണുന്നതെല്ലാം മഞ്ഞ. അവളിപ്പോ വന്നത് നന്നായിട്ടേ ഉള്ളൂ. നീ നിന്റെ പാട് നോക്കി വെറുതെ ഇരിക്കും. അമ്മേ, നോക്കുമോളെ, ഇന്നു മുതൽ മനസ്സും ശരീരവും ബുദ്ധിയും കൊണ്ട് ഇവൻ നിന്റെ ഭർത്താവാണ് മോളെ. അതിനു വേണ്ടിയല്ലേ ഞാൻ ഇത്രയൊക്കെ ചെയ്തത്. ഞങ്ങള് മാത്രല്ല, ഈ ലോകം മുഴുവനും ഞങ്ങള് ഭാര്യയും ഭർത്താവുമാണെന്ന് സമ്മതിക്കണം. അങ്ങനെയാണെങ്കിൽ അന്ന് ജാതകത്തിന്റെ കാര്യത്തിൽ കള്ളം പറഞ്ഞത് ഇപ്പൊ ഗുണകരമായത് കൂട്ടിക്കോളൂ. നിങ്ങൾ ശാസ്ത്രവും ജാതകവും ഒക്കെ മറികടന്ന് കല്യാണം കഴിക്കുകയാണെങ്കിൽ നിന്റെ ചെക്കന്റെ പുറകെ മരണം കാത്തു നിൽപ്പുണ്ടാവും. അത് കാരണം കുറച്ച് ടൈം കിട്ടിയെന്നല്ലാതെ വേറെ ഒരു ലാഭവും കിട്ടിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഒരു സഹായമായിട്ട് കണ്ടുവിട്ടാ മതി. എല്ലാം ട്രൈ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ആരുടെയും പ്ലാൻ വർക്കായില്ല. ഇന്നെന്റെ മാസ്റ്റർ പ്ലാൻ വർക്കാവുന്നുണ്ട്. ഇന്ന് കുറച്ച് സമയത്തിനുള്ളിൽ ഞാനും വിക്കിയും ഭാര്യ ഭർത്താക്കന്മാരായി മാറും. വിക്കി, ഇതൊക്കെ നിനക്ക് സ്വപ്നം പോലെ തോന്നുന്നുണ്ടാവും. അത് ഞാൻ നിനക്ക് മിക്സ് ചെയ്തെന്ന പൗഡറിന്റെ ഗുണം കൊണ്ടാ. നിന്റെ ബുദ്ധിക്കും മനസ്സിനും ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. എന്താ എന്റെ മീനാക്ഷിയുടെ കാര്യം? സുമേഷേട്ടാ, ഇത്ര അർജന്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ചെയ്ത് തന്നോളാം. നീ എന്ത് ഹോംവർക്കാ ചെയ്യുന്നേ? എന്റെ സുമേഷേട്ടാ, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഓഫീസിൽ ടക്കടക്കാന്ന് കമ്പ്യൂട്ടറിൽ കുത്തുന്ന പരിപാടിയല്ല. ശരി, നീ എന്തെങ്കിലുമൊക്കെ ചെയ്യ്. പക്ഷെ മൊത്തത്തിൽ വേഗം വേണം. താലി ചെയിൻ ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ. വേദാന്തേ, താലി എങ്ങനെയുണ്ടെന്ന് വന്ന് നോക്കടാ.
മുത്തശ്ശി, ഇത് ചോദിക്കാൻ എന്നെ അല്ലാതെ മുത്തശ്ശിക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? എനിക്ക് ഇതിനെ പറ്റിയൊക്കെ എന്ത് മനസ്സിലാവാനാ? നിങ്ങൾ രണ്ടാളും ഡിസൈഡ് ചെയ്യും. നീ അത് മനസ്സിലാക്കണം മോനെ. ഇതെല്ലാം നിന്റെ ഏട്ടത്തിയാകാൻ പോകുന്ന ആൾക്ക് വേണ്ടി വാങ്ങിക്കുന്നതാണ്. ശരി, ഇങ്ങോട്ട് താ. എണീറ്റ് വന്ന് നീ തന്നെ നോക്ക്. മുത്തശ്ശി, നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എണീറ്റ് വാടാ. വേറെ ആഭരണങ്ങളും നോക്കടാ. എനിക്കിതെന്താ സംഭവിക്കുന്നേ? ഇതെന്തോ വലിയൊരു രോഗത്തിന്റെ ലക്ഷണോ? ഈ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ഇത്രയും വലിയ രോഗമൊന്നും വരണ്ടായിരുന്നു. അയ്യോ, ഹായ് സിദ്ധാർത്ഥ്, ഞാനിവിടെ പെട്ടുപോയിരിക്കടോ. എന്താ ചെയ്യേണ്ടത് എനിക്കൊരു ഐഡിയയും ഇല്ല. പെട്ടുപോയെന്നോ? എന്താ പറ്റിയത്? നീ ഇപ്പൊ എവിടെയാണെന്ന് പറയും. ഞങ്ങളൊരു ജ്വല്ലറി ഷോപ്പിൽ പെട്ടിരിക്കുക. എങ്ങനെയോ രക്ഷപ്പെട്ടു വന്നപ്പോ മുത്തശ്ശി ഇതാ ഇവിടെയുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ അങ്ങോട്ട് വരണോ? നോ, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോ ലവേഴ്സിനെ പോലെ ആക്ട് ചെയ്തോണ്ടിരിക്കുക. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. വന്നൊരു മാസം പോലും ആയില്ല, അപ്പോഴേക്കും എല്ലാം ബോറടിച്ചു തുടങ്ങിയോ? എന്താണ് മുഖത്ത് ഡള്ളായിരിക്കുന്നത്? എന്താ പറ്റിയേ? എടാ, എന്താണെന്നൊന്ന് വാതുറന്ന് പറഞ്ഞോളൂ. നിനക്ക് ഇങ്ങനെ സൈൻ ലാംഗ്വേജ് പറഞ്ഞ എനിക്കെങ്ങനെ മനസ്സിലാവാ? ഓക്കെ സിദ്ധാർത്ഥ്, ഞാൻ തന്നെ പിന്നെ വിളിക്കാം. ബൈ. പറയൂ മോളെ. മമ, മാമ, ഉപസ്ഥ, ഉപാസ്ത, സമസ്ത, സമസ്ത, വൃദ്ധക്ഷയദ്വാര, വൃദ്ധക്ഷയദ്വാര, ശ്രീ പരമേശ്വര, ശ്രീ പരമേശ്വര, പ്രീത്യർത്ഥം പ്രീതിദം, മമ മമ വിവാഹ വിവാഹ പൂർവാംഗ പൂർണക നിർവിഘ്നഃ നിർവിഘ്നഃ സിദ്ധ്യർത്ഥം സിദ്ധ്യർത്ഥം മഹാഗണപതി മഹാഗണപതി പ്രാർത്ഥന പ്രാർത്ഥന പൂജ പൂജ പരീക്ഷേ. കരിഷ്യേ.
നമ്മളെ മാല എടുക്കും. മാല ഇട്ടോളൂ മോളെ. താലിയുടെ മുകളിൽ കുങ്കുമം ഇട്ടോളൂ. അമൂല്യ, അവിടെ വലിയൊരു കണ്ണാടിയുണ്ട്. ഇത് അവിടെ പോയി ഒന്ന് ഇട്ട് നോക്കൂ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ദാ. വേദാന്തേ, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ചേച്ചി, ഇതെല്ലാം കണ്ടിട്ടും ചേച്ചിക്ക് ഒന്നും തോന്നുന്നില്ലേ? നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അല്പന ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രിക്ക് കൊട പിടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? ഇവളെയൊക്കെ കണ്ടിട്ട് എനിക്ക് ശരിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഇതെല്ലാം കണ്ടിട്ടും ചേച്ചിയുടെ ബ്രെയിൻ എന്താ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. സൈലന്റ് ആയിരിക്കല്ലേ? എന്റെ ഉള്ളിലെ ദേഷ്യം അതെപ്പോഴാ പൊട്ടിത്തെറിക്കുന്നെന്ന് എനിക്ക് തന്നെ അറിയാതിരിക്കും. പക്ഷേ ഇപ്പൊ ഞാൻ എല്ലാവരുടെയും മുന്നിൽ നിസ്സഹായായിട്ട് നിൽക്ക്. ഇങ്ങനെ ധീരനായ ഒരു അനിയൻ കൂടെ ഉള്ളപ്പോ ചേച്ചി എങ്ങനെ ഹെൽപ്ലെസ് ആകും? നീ കണ്ടില്ലേ അമ്മ അവരുടെ കൂടെ ഇരിക്കുന്നത്? അമ്മ ഇപ്പൊ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു എന്ന് ആർക്കും ഊഹിക്കാൻ പറ്റില്ല. അമ്മ എനിക്കൊരു പ്രശ്നമല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചേച്ചിക്ക് എന്തിനാ പേടി? ഭയമല്ല, കൺസേൺ ആണ്. അമ്മ എന്റെ വീക്ക്നെസ് ആണെന്നുള്ള കാര്യം നിനക്കറിയാലോ. പക്ഷേ അമ്മയെ കൺവിൻസ് ചെയ്യാതെ ഒരു കാര്യവും ചെയ്യാൻ എനിക്ക് കഴിയില്ല. പക്ഷെ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഇത്ര വലിയ കാര്യം. എന്താന്ന് വെച്ചാ ആ അമൂല്യ അവളുടെ ഫാമിലി വളരെ മോശപ്പെട്ടവരാണെന്ന് അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കണോ? അത്രയല്ലേ ഉള്ളൂ. കം വിത്ത് മീ. വാ ചേച്ചി. വേദാന്തേ, ഇങ്ങോട്ടൊന്ന് വന്നേ നീ. വേദാന്തേ, ഒരു മിനിറ്റ് ഇങ്ങ് വാടാ. എന്താ മുത്തശ്ശി? ഇതൊന്ന് പിടിച്ചേ. എനിക്ക് ഈ താലി ഒന്നും സെലക്ട് ചെയ്യാൻ അറിയില്ല മുത്തശ്ശി. എന്നെ എന്തിനെങ്ങനെ വിഷമിപ്പിക്കുന്നേ? ഇത് അമ്മ എങ്ങാനും കണ്ട പിന്നെ അത് മതി. അയ്യോ, അവള് നിന്റെ അമ്മയാകുന്നതിന് മുമ്പേ എന്റെ മോളായിരുന്നു മോനെ. അവൾ അമ്മാന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന ഞാനിവിടെ ഉള്ളപ്പോ നിനക്ക് എന്തിനാ പേടി? അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ആദ്യം ഇത് പിടി.
നോക്കുമ്പോളെ എമർജൻസി കല്യാണമാണെങ്കിലും ശാസ്ത്രപ്രകാരമുള്ള എല്ലാ ചടങ്ങും നടത്തിയിട്ടുണ്ട്. ഇനി താലികെട്ട് മാത്രമേ ബാക്കിയുള്ളൂ മോളെ. അതും കൂടി കഴിഞ്ഞാ ചടങ്ങ് പൂർണ്ണമായെന്ന് കരുതാം. എങ്കിലിനിയും അതിനി ആർക്കു വേണ്ടി കാത്തു നിൽക്കുന്നത്? അത് നടത്തിയേക്ക്. നടത്താമായിരുന്നു. ഈ പയ്യൻ അബോധാവസ്ഥയിലായതുകൊണ്ട് അവന്റെ കൈകൊണ്ട് താലി കെട്ടണത് ഒരിക്കലും ശരിയല്ല. ഇതെന്താ പുതിയ പ്രശ്നം? പുതിയ പ്രശ്നമല്ല മോളെ, എന്തെങ്കിലും സംഭവിച്ചാലെന്ന് കരുതി. അതുമാത്രമല്ല, നിന്നെപ്പോലെ ബുദ്ധിയും ഗുണവും സൗന്ദര്യമുള്ള ഒരാളെ ഇവൻ താലി കെട്ടാണ്ടിരിക്കുവോ? അതുകൊണ്ട് അല്പം കാത്തു നിൽക്കണം നല്ലതാ. അപ്പോഴേക്കും ഇവന്റെ ബോധവും ശരിയാവും. എന്റെ തമാശ പറയാണോ? ഇവ ശരിയായ രീതിയിലെ താലി കെട്ടു എന്നാണെങ്കിൽ പിന്നെ ഞാൻ ഇതിനെ തനിക്ക് 5 ലക്ഷം രൂപ തന്നത്. ഒരു കല്യാണത്തിനും നിങ്ങൾക്ക് ഇത്ര വലിയൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അയ്യോ, അതുകൊണ്ടല്ല മോളെ. നിങ്ങളുടെ അഡ്വൈസ് കേൾക്കാൻ ഇപ്പോൾ എനിക്ക് സമയമില്ല. ഒരക്ഷരം മിണ്ടാതെ ഞങ്ങളുടെ കല്യാണം കഴിപ്പിച്ചിട്ട് പോകാൻ നോക്ക്. ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും വേണ്ട. ഇവൻ എന്തായാലും എന്നെ തന്നെ കല്യാണം കഴിക്കേണ്ടതാ. അതിപ്പോ കുറച്ച് പെട്ടെന്നായിന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ വേറെ ക്രൈം ഒന്നും നടത്തുന്നില്ല. കല്യാണം നടത്താൻ നോക്ക്. ആയിക്കോട്ടെ മോളെ. എടി അമൂല്യ, നീ എവിടെ പോവാ? എടാ വേദാന്തേ, ആ താലി ഒന്ന് ഇങ്ങോട്ട് തന്നെ. അമൂല്യ, എങ്ങനെയുണ്ട് ഈ താലി? നല്ല ഭംഗിയുണ്ട് മുത്തശ്ശി. പെട്ടെന്ന് ഈ കഴുതയ്ക്ക് ഇതെന്തു പറ്റി? മുഖം മൊത്തം മാറിയല്ലോ. എനിക്ക് ആവശ്യമുള്ള ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയാലോ? മുത്തശ്ശി, ഇങ്ങനൊരു പൊട്ടി പെണ്ണ്. നിന്നെ നോക്കിക്കൊണ്ട് അവള് വേറെ ഏതോ ലോകത്തായിരുന്നു. ഞാൻ പറഞ്ഞതൊന്നും അവള് കേട്ടതേ ഇല്ല. മുത്തശ്ശി, ഞാൻ കാറിന്റെ അടുത്ത് വെയിറ്റ് ചെയ്യാം. മാനേജറോട് പറഞ്ഞ അവര് ജ്വല്ലറീസ് ഒക്കെ കാറിലേക്ക് എടുത്തു വെക്കും. മുത്തശ്ശി പൊക്കോളൂ. ആ കാര്യമൊക്കെ ഞങ്ങള് നോക്കിക്കോളാം. നിനക്ക് കുറച്ചു നേരം കൂടി അമൂല്യയുടെ ഒപ്പം ഇരിക്കണമെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ നിന്നോ. അത് വിട്ടിട്ട് വെറുതെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളെ അങ്ങോട്ട് വിളിക്കാനൊന്നും നോക്കണ്ട. നാണക്കേട് തോന്നണ്ട മോനെ. ഈ നാണവും ചമ്മലും ഒക്കെ പ്രേമത്തിലുള്ളതാ. അതെല്ലാം ചേർന്നതാ പ്രണയം. നിന്റെ പെണ്ണുണ്ടല്ലോ, വായ തുറക്കത്തേ ഇല്ല. നീ പിന്നെ പണ്ടേ അങ്ങനെയാണല്ലോ. ഞാൻ മുത്തശ്ശി ആയിരിക്കുന്നിടത്തോളം കാലം എനിക്ക് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഞാനിപ്പൊ തന്നെ വരാം. അതുവരെ നീ അവളെ തന്നെ നോയിക്കൊണ്ടേയിരിക്കും. വേറൊന്നും ചിന്തിക്കണ്ട. ചേച്ചി, ചേച്ചി ഒരു തവണയൊന്ന് ഏസെന്ന് പറ. പിന്നെ എന്താ നടക്കാൻ പോകുന്നതെന്ന് കണ്ടോ? ഇപ്പൊ എന്റെ തലയിൽ ഒരു ബുദ്ധി ഉദിക്കുന്നില്ല. നീ എന്താണെന്ന് വെച്ചാ ചെയ്തോ. എന്റെ മനസ്സിപ്പോ ശരിയല്ല.